ചോറിന് പറ്റിയ ഒരു നാടൻ മെഴുക്കുവരട്ടിയാണ് കൂർക്കയും കായും. എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കഴിച്ചിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാം. കൂർക്ക കഴിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ ഇത് നന്നാക്കി എടുക്കാനാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പണ്ട് അമ്മമാർ ചെയ്തിരുന്ന ഒരു എളുപ്പപ്പണിയാണ് കൂർക്ക പകുതിയും കായ പകുതിയും എടുക്കും. ആദ്യം തന്നെ കൂർക്ക നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കണം. കേടുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുക്കുക. കൂർക്ക ക്ലീൻ ചെയ്യാൻ എളുപ്പപ്പണി അറിയുന്നവർ അത് ചെയ്താലും മതി. കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2-3 തവണ കഴുകി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 കായയാണ്. അധികം മൂക്കാത്ത കായ എടുക്കുക. ഇതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. ഇനി നമ്മുടെ കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അല്പം വെള്ളം ഉണ്ടാവും. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ, ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഒരു വിസിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് തലേന്ന് വേവിച്ച് വെച്ചതാണ്. പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 10 ചുവന്നുള്ളിയും ഒരു 7-8 വെളുത്തുള്ളിയും കൂടെ എടുത്ത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കും ചെറുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ നാടൻ സ്റ്റൈലിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വറ്റൽമുളകാണ് എടുക്കുന്നത്. ഞാൻ ഇതുപോലെ പാച്ചസ് ആയിട്ട് പൊടിച്ച് മാറ്റി വെക്കാറാണ് പതിവ്. അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഈ ചെറുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കായും ഇട്ട് കൊടുക്കാം. കൂർക്കയും കായും വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂർക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒരു തവണയെങ്കിലും കായം കൂടെ ചേർത്ത് ചെയ്തു നോക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂർക്ക ലവേഴ്സ് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.